ഗ്യാസിന്റെ കാര്യം പറയുമ്പോ പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞ സൗജന്യ ഗ്യാസ് കണക്ഷൻ വീട്ടമ്മമാര് കഷ്ടപ്പെട്ടുണ്ടായുമ്പോ എത്ര കുറ്റി കിട്ടും? ഉജ്ജ്വല യോജന ഗ്യാസ് കണക്ഷൻ ഒരു മിനിറ്റ് എല്ലാവരും ഉജ്ജ്വല യോജന എന്ന് പറഞ്ഞ ഗ്യാസ് കണക്ഷൻ 100 കണക്ഷൻ കൊടുത്ത ആളാ. ലിസ്റ്റ് ഞാൻ തരാം. ഒരു സംശയം സംശയം ഇതാണ്. ഒരു ഉജ്ജ്വല ഗ്യാസ് യോജന പ്രകാരം എത്ര കുറ്റിയാണ് നമ്മൾ കൊടുക്കുക ഫ്രീ ആയിട്ട്? ഒരു ഗ്യാസ് സിലിണ്ടർ. അടുത്ത ഗ്യാസ് സിലിണ്ടർ ആവുമ്പോൾ അവർക്ക് ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ഒരു ഗ്യാസ് സിലിണ്ടർ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അടുത്ത മാസം കഴിയുന്ന സമയത്ത് നമ്മൾ അവരോട് പറഞ്ഞിട്ട് ബുക്ക് ചെയ്യണം. അപ്പൊ ഫ്രീ ആയിട്ട് കൊടുക്കും? ഫ്രീ ഇല്ലല്ല, ഒരു മാസം ഫ്രീ ആയിട്ട്. രണ്ടാമത്തെ മാസം എത്ര പൈസ ഇപ്പൊ കൊടുക്കണം? അത് നിലവിലുള്ള എത്ര രൂപ? അത് ഉജ്ജ്വല യോജനയ്ക്ക് സാധാ കണക്ഷനിനെക്കാട്ടും ചാർജ് കുറവാണ്. സബ്സിഡി എങ്ങനെയാ? നിങ്ങൾ കൊടുക്കുന്നില്ലല്ലോ. 414 രൂപയാണ് മൻമോഹൻ സിംഗിന്റെ കാലത്ത് അവസാനത്തെ ടൈമിൽ ഒരു ഗ്യാസ് കുറ്റി ഉണ്ടായിരുന്നത്. ഇപ്പൊ അത് 848 രൂപയായി. കാലഘട്ടത്തിനനുസരിച്ച് റേറ്റ് മാറില്ലേ? പ്രോഡക്റ്റിന് മാറ്റം വരില്ലേ അരുൺജി? പ്രോഡക്റ്റിന് മാറ്റോ? അല്ലല്ല, ഗ്യാസ് അല്ല, എക്സ്പോർട്ടിംഗ് ചാർജും ചെലവ് വരും. പിന്നെ കേരള ഗവൺമെന്റിന് ടാക്സ് കുറയ്ക്കില്ല, ജനങ്ങൾക്ക് കുറച്ച് കൊടുക്കണ്ടോ? പെട്രോളിന് കൊടുക്കണുണ്ടോ? ഇല്ല. അപ്പൊ പിന്നെ ഇവര് പറഞ്ഞത് എന്താ അർത്ഥമുള്ളത്? ഇവർക്ക് അല്ല ഒരു മിനിറ്റ്, നിങ്ങൾക്ക് ജനങ്ങൾക്ക് എന്ത് കൊടുക്കാന്നുള്ളത് നികുതികൾ കൂട്ടുന്നു, ചീത്ത പറയുന്നു. ഈ കൃഷ്ണേട്ടൻ അടക്കമുള്ളത് കിസാൻ സമ്മാൻ നിധി വായിക്കുന്ന ആളാണ്. നമ്മളെ സുഹൃത്തും കൂടിയാണ് കൃഷ്ണേട്ടൻ. കിസാൻ സമ്മാൻ നിധി വായിക്കുന്ന ആളാണ് നമ്മളെ കൃഷ്ണേട്ടൻ. അതൊക്കെ മോഡി ഗവൺമെന്റിന്റെ പൈസ വായിക്കുന്ന ആളാണ്. ഒരു മിനിറ്റ്, കുറ്റം പറയാതെ മോഡി ഗവൺമെന്റിന്റെ ആനുകൂല്യങ്ങൾ ഇതൊക്കെ ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. ജനാധിപത്യ മുന്നണി കൊടുക്കുന്ന സർക്കാർ പെൻഷൻ ബിജെപിക്കാർ വാങ്ങുന്നില്ലേ? അതൊരു ഗവൺമെന്റിന് ആനുകൂല്യം വാങ്ങാത്ത ഒരു മനുഷ്യനും ഈ രാജ്യത്തുണ്ടാവില്ല. അത് വേറെ കാര്യം. ഗ്യാസ് വില കൂടിയത് ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ദോഷമാവോ ഗുണമാവോ? ദോഷാവും. അപ്പൊ ഗ്യാസ് വില കൂടിയത് ദോഷാവും അവര് പറയുന്നത്. ഒരു മിനിറ്റ്, ഞാനിത് പറയട്ടെ. ഇവര് ദോഷാവും എന്ന് പറയണല്ലോ. ഒരു ദിവസം ഗ്യാസ് കഴിഞ്ഞ് പിറ്റേന്ന് ഇവര് വിറകെത്തിക്കാൻ തയ്യാറാകുമോ? കാരണം ഈ ഗ്യാസ് കിട്ടി ശീലിച്ചു പോയി. അപ്പൊ പിന്നെ എങ്ങനെ ദോഷാവുള്ളത്? ഞങ്ങൾ ഇവര് പറയാം ഗ്യാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമുക്ക് തരാന്ന് പറഞ്ഞാൽ ഇവരെ സമ്മതിക്കുമോ? ഉള്ളിൽ തട്ടി പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് എന്ന് ചോദിക്കാറില്ലേ പലപ്പോഴും? എങ്ങനെ പെട്രോൾ അടിക്കാൻ പോകുന്ന സമയത്ത് 50 രൂപയ്ക്ക് 1 ലിറ്റർ കിട്ടുമെന്നൊക്കെ ഒരു കാലത്ത് കേന്ദ്ര ഗവൺമെന്റ് നികുതി കുറച്ചപ്പോൾ കേരള ഗവൺമെന്റ് തയ്യാറായില്ല. ഉജ്ജ്വല കൊടുത്ത് സൗജന്യം കൊടുത്ത ആളുകളെ മോഹിപ്പിച്ച് പിന്നെ വലിയ തുകയ്ക്ക് വിൽപ്പന നടത്തുക. ഇതാണ് ഇവരെ പ്രധാനപ്പെട്ട ജോലി. ഗ്യാസിൽ നിങ്ങൾക്ക് വേറെ നിവൃത്തിയില്ലാത്ത വിധം ഗ്യാസിൽ തളച്ചിടും, എന്നിട്ട് കൂടുതൽ പൈസക്ക് ഗ്യാസ് വിൽക്കും. അതൊക്കെ പാർട്ടിക്കാരുടെ ഒരു അഭിപ്രായം മാത്രം. ഞാൻ പറയുന്നത് കേരളത്തില് വെള്ളക്കരം കൂട്ടി KSEB ചാർജ് മാസം വർദ്ധിപ്പിക്കാൻ പറ്റുമെന്നുള്ള പരിഷ്കരണ കമ്മീഷൻ നിയമിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ദിവസേന യൂണിറ്റിന് പണം കൂട്ടിക്കൊണ്ടേയിരിക്കുക. ദിവസം കൂടുതലില്ല, പക്ഷേ സർക്കാരിന്റെ വർധനവ് ഭീകര തന്നെയാണ്. അതുപോലെ തന്നെ ഇതിനെതിരെ കേസ് കൊടുക്കാന്ന് വിചാരിച്ച എന്തോ പറയാനുണ്ട്. നമ്മൾ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൽ മാന്യമായിട്ടാണെങ്കിൽ ഒരു ഗവൺമെന്റ് കഴിഞ്ഞ 10 വർഷം നടത്തിയ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചിട്ടാണ് ഭരിക്കുന്ന കക്ഷികൾ വോട്ട് ചെയ്യിക്കുക. ഇവിടെ ശ്രീരാമനെ ഉദ്ദേശിച്ചിട്ടാണ് വോട്ട് ചെയ്യിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകൾ ആരാധിക്കുന്ന ഒരു ഇതിഹാസ കഥാപാത്രമാണ്. ആരാധിക്കട്ടെ, നിരക്ഷരാണ് ആളുകൾ ബഹുഭൂരിപക്ഷം. ആ ആരാധിക്കുന്ന ശ്രീരാമന്റെ തലയിൽ ചവിട്ടിയിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്ക് പോവാണ് പോകുന്നത്. അല്ലാതെ ജനകീയമായി എന്തെങ്കിലും പ്രശ്നം ഏറ്റെടുത്തിട്ടല്ല. കഴിഞ്ഞ തവണ ഇത്തവണ പണി പൂർത്തിയാവാത്ത അയോധ്യയിലേക്കാണ്. അതാര്?
അതിൽ അവിടെ പ്രതിഷ്ഠ നടത്തിയത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. യഥാർത്ഥത്തിൽ ബ്രാഹ്മണരാണ് പ്രകടന പത്രികയിലുള്ളതാണ്. പ്രകടന പത്രിക അതിലതല്ല പ്രശ്നം. ജനങ്ങളെ ദൈവത്തിന്റെ തലയിൽ നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിന്റെ തലയിൽ ചവിട്ടിയിട്ട് എനിക്ക് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു കയറാനുള്ള സ്റ്റെപ്പ് ആക്കിയിട്ട് ശ്രീരാമനെ മാറ്റുമ്പോൾ നിങ്ങൾക്ക് സഹിക്കോ? അത് രാമനെ ആയുധമാക്കി എന്നാണ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് മാനിഫെസ്റ്റോയിൽ വരേണ്ട കാര്യമാണോ രാമൻ എന്നതാണ് ചോദ്യം. അതൊരു വിശ്വാസിയുടെ ഹൃദയത്തിലല്ലേ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ വരണോ? നമ്മൾ ഉൾപ്പെടുത്താത്തൊരു കാര്യമല്ല. അതെ, ഉൾപ്പെടുത്തിയതുകൊണ്ട് നടപ്പിലാക്കുന്നു, അത്രേ ഉള്ളൂ. അല്ല, ഉൾപ്പെടുത്തുക എന്നുള്ളതല്ല. അതിങ്ങനെ മാനിഫെസ്റ്റോയിൽ പലതും ഉൾപ്പെടുത്താലോ. പക്ഷെ എന്താന്ന് പറഞ്ഞാല് ഈ ഉൾപ്പെടുത്തുന്നത് രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിലത്തെ സമാധാനപൂർവ്വം ഉത്സവം. കൃഷ്ണേട്ട വലുതാവല്ലേ? സമാധാനപൂർവ്വം ഒരു നാട് ഉത്സവമൊക്കെ ആഘോഷിച്ച് ഉത്സവം പിറ്റേന്ന് ഇങ്ങനെ സമാധാനത്തോടുകൂടി ഇരുന്നപ്പോൾ നമ്മൾ വന്ന് പരമാവധി കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്ത് BJP, ഇവിടെ ഈ ഭാഗത്ത് CPM, കോൺഗ്രസ്. പക്ഷേ ഇവർ രാഷ്ട്രീയം പറയുമ്പോൾ മാത്രമാണ് ഈ വലിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക. രാഷ്ട്രീയം ഒഴിച്ചു നിർത്തിയാൽ ഈ നാട് ഒരുമിച്ചാ, അല്ലേ? ഒരുമിച്ചാ. ചേട്ടന്റെ പേരെന്തായിരുന്നു? എന്റെ പേര് തുളസിദാസ്. തുളസി ചേട്ടനും കൃഷ്ണേട്ടനും ജനാർദ്ദനേട്ടനും എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്നൊരു കോവിലകം കുണ്ട് എന്ന് പറയുന്നത് വളരെ മനോഹരമായ നാടാണ്. അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന് പ്രദർശിപ്പിക്കാൻ മാത്രമാണ് നമ്മൾ ഈ ചർച്ച സംഘടിപ്പിച്ചത്. അവർ തമ്മിൽ ഒരു തരത്തിലുള്ള ശത്രുതയുമില്ല എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ഇവർ പറഞ്ഞ പോലെ പിന്നെ പ്രകടന പത്രികയിൽ പിന്നെ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യവും നടപ്പാക്കി 15 ലക്ഷം രൂപ ഓരോ വ്യക്തികളെ പിന്നെ അത് പ്രകടന പത്രികയിലൊന്നും ഇല്ല. അത് നിർബന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കള്ളപ്പണം പിടിച്ചെടുത്തിട്ട് അത്രയും തുക ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ഹിന്ദി അറിയാത്തത് ഞങ്ങളുടെ കുഴപ്പം. അതെ, അപ്പൊ ഹിന്ദി ഹമാര രാഷ്ട്രഭാഷ ഹേ.